ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ഒന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യേണ്ട ടൈമാണ്. നമ്മളെ എന്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും നമുക്ക് ആദ്യം റെഡി ആവേണ്ടത് നമ്മളെ ബോഡിയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മളെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 9 to 5 ജോബിന്റെ ശേഷം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കോളേജ് ക്ലാസ്സസിന്റെ ഒക്കെ ശേഷം നമ്മളൊരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്തെങ്കിലും ചെയ്യുക, എക്സ്ട്രാ വർക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നതും പറയുന്നൊരു കാര്യമുണ്ട്, ബ്രോ വർക്ക് ലൈഫ് ബാലൻസ് ഒന്നുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യേണ്ട ടൈമാണ്. അങ്ങനെയൊക്കെ ഹോണസ്റ്റ്ലി നോക്കുകയെന്നുണ്ടെങ്കിൽ അതും ശരിയാണ്. കാരണം നമ്മൾ യങ് ഏജ് ആണ്, നമ്മൾ ഈ ഒരു ടൈമിന് അതും ലൈഫിന്റെ ഒരു പാർട്ട് തന്നെയാണ് എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ അതിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻജോയ്മെന്റ് വേണം, ഹാപ്പിനെസ് വേണം, ഇതെല്ലാം വേണം. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ വാട്ട് വി ആർ ഡൂയിങ് എ എക്സ്ട്രാ സ്റ്റെപ്പ് ഫോർ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതിനെല്ലാം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ഫ്യൂച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു സെയിം തോട്ടിലുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോ, കൂടെ കൂടിയോ.